ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് ടൂറിസം മേഖലയിലെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച് തർക്കം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ സമരത്തിലേക്ക്. വ്യവസ്ഥകൾ പരിഷ്കരിക്കുവാനായി ചേർന്ന യോഗം ചിലരെ മാത്രം അറിയിച്ച് ഏകപക്ഷീയമായാണ് നടന്നത് എന്നതാണ് തർക്കമുണ്ടാകാൻ കാരണം. ബോട്ട് ഉടമകളുടെ സംഘടനയെ യോഗം അറിയിച്ചില്ല എന്നതാണ് ഉടമകളുടെ വാദം. പുതിയതായി രൂപീകരിച്ച സ്വതന്ത്ര സംഘടനയുടെ കീഴിലാണ് തൊഴിലാളികൾ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു ബോട്ട് പോലും സർവീസ് നടത്താതെ ശക്തമായ സമരം നടത്താനാണ് തൊഴിലാളികളുടെ തീരുമാനം. സമരം ശക്തമായാൽ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് സഞ്ചാരം നിലയ്ക്കും. ഒരു ദിവസം പണിമുടക്കിയാൽ പോലും മേഖലയ്ക്ക് വൻ നഷ്ടമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരത്തിന് തൊഴിലാളികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ എല്ലാ സംഘടനകളെയും അറിയിക്കാതെ യോഗം ചേർന്നുവെന്നാണ് ഹൗസ് ബോട്ട് ഉടമകളുടെ ആക്ഷേപം. ഏകപക്ഷീയമായി യൂണിയൻ തീരുമാനിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ കാലാകാലങ്ങളിൽ ഇവിടെ നവംബർ ഓണത്തിനോടനുബന്ധിച്ചുള്ള സമയങ്ങളിലാണ് ഈ സാലറി ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ജൂണിൽ അങ്ങനൊരു തീരുമാനം അവരെടുക്കുകയാണ് ഉണ്ടായത്. അതായത് ലേബർ ഓഫീസറുടെ മുമ്പിൽ കഴിഞ്ഞ മാസം ലേബർ ഓഫീസറുടെ മുമ്പിൽ നമുക്ക് അറിയാൻ സാധിച്ചു. നമ്മൾ പോയിട്ടില്ല, നമ്മളെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കതിൻ്റെ വിവരങ്ങൾ കേട്ടറിഞ്ഞും ഈ വ്യവസ്ഥകൾ കണ്ടു അറിഞ്ഞേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഈ കഴിഞ്ഞ മാസം ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഏതാണ്ട് യൂണിയൻ്റെ 5 പ്രതിനിധികളും അസോസിയേഷൻ്റെ ഒരു സംഘടനയിലെ ഒരു ട്രഷറർ എന്ന് പറയുന്ന ടോം എന്ന് പറയുന്ന ഒരാൾ അവരുമായിട്ട് മാത്രം ചർച്ച നടത്തിക്കൊണ്ട് ഇവർ സേവന വ്യവസ്ഥകൾ അവർ തന്നെ തീരുമാനിക്കുകയും ആ തീരുമാനങ്ങളിൽ ഇയാളെ നിർബന്ധിച്ച് ഒപ്പിടിച്ചിട്ട് ഇത് പബ്ലിഷ് ചെയ്യുകയാണ് ഉണ്ടായത്. CIT യൂണിയൻ ചെയ്തത്. എല്ലാ അസോസിയേഷൻ്റെയും പ്രതിനിധികളെ വിളിച്ചിരുത്തി ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ യൂണിയൻ്റെ പ്രതിനിധികൾ ഇരുന്നുകൊണ്ട് ഒരു വ്യവസ്ഥാപിതമായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകാത്തോടത്തോളം കാലം ഈ സാലറി വർധനവിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ലേബർ ഓഫീസറുടെ അധ്യക്ഷതയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ആദ്യ യോഗത്തിലാണ് ഹൗസ് ബോട്ട് മേഖലയിലെ തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിച്ചത്. എന്നാൽ ഈ യോഗം ബോട്ട് ഉടമകളുടെ സംഘടനയെ അറിയിച്ചില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ഇതിനെ തർക്കം പരിഹരിക്കുന്നതിനായി ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത യോഗം അലസിപ്പിരിഞ്ഞിരുന്നു. CITU യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്. 2000-ലധികം ഹൗസ് ബോട്ടുകളാണ് ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലുമായി സർവീസ് നടത്തുന്നത്. ബോട്ടുടമകൾ നിലപാടിൽ നിന്ന് പിന്തിരിയാതിരിക്കുകയും സമരം ശക്തമാവുകയും ചെയ്താൽ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ടൂറിസം മേഖല കൂടുതൽ പ്രതിസന്ധിയിലാകും. അമൃത ന്യൂസ്, ആലപ്പുഴ.